ആചാരപ്പെരുമ നിറഞ്ഞ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് ആവേശോജ്വലമായ സമാപനം. വാശിയേറിയ മത്സരത്തിനൊടുവിൽ കോയിപ്പുറം കൊറ്റാത്തൂർ പള്ളിയോടങ്ങൾ മന്നം ട്രോഫി നേടി. എ, ബി ബാച്ചുകളിലായി 49 പള്ളിയോടങ്ങളാണ് മത്സരവള്ളങ്ങളിൽ മാറ്റുരച്ചത്. 51 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ അണിചേർന്നത്. ഉച്ചയ്ക്ക് 1:30 ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പമ്പയുടെ ഓളപ്പരപ്പിൽ ദൃശ്യവിസ്മയം തീർത്ത ജലഘോഷയാത്ര. ഈ ആറന്മുള ഭഗവാന്റെ ആ സാന്നിധ്യമൊക്കെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് അവര് വഞ്ചിപ്പാട്ട് താളാത്മകതയിൽ പാടുകയാണ്. ആത്മീയതയുടെ നിറവില് ഈ പമ്പയാറ്റില്, ഈ ആറന്മുളയില് അതേ ആവേശത്തിന്റെ തിരമാലകളെ ഉയർത്തുകയാണ്. എത്ര മനോഹരമായ ദൃശ്യം! ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സരവള്ളംകളിയുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. ഇതാ കടന്നു വരികയാണ്. പൂവത്തൂർ പടിഞ്ഞാറും മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരി മലയും കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലെ മല്ലപ്പുഴശ്ശേരി അവര് താളത്തിൽ ഇങ്ങനെ പാട്ടുപാടി കടന്നു വരികയാണ്. മനോഹരമായ ദൃശ്യം. ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വള്ളം. സമയക്രമം അനുസരിച്ചായിരുന്നു ഇത്തവണത്തെ മത്സരവള്ളംകളി. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാടിത്തുഴഞ്ഞെത്തിയ എ, ബി ബാച്ചിലെ 4 പള്ളിയോടങ്ങളെ വീതം ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തു. ഇടക്കുളം, കോറ്റാത്തൂർ, കൊടിയാറ്റുകര, തോട്ടുപുഴശ്ശേരി എന്നിവർ പരസ്പരം ഏറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി മന്നം ട്രോഫി നേടി. എ ബാച്ച് ഫൈനലിൽ കോയിപ്പുറം പള്ളിയോടം ജേതാക്കളായി. ടീം ജനം, ആറന്മുള.